ആർജിക്കർ മെഡിക്കൽ കോളേജ് സംഭവവുമായി ബന്ധപ്പെട്ട് കുറച്ച് വിദ്യാർത്ഥികൾ അവിടെ പ്രക്ഷോഭം നടത്തി. മെഡിക്കൽ വിദ്യാർത്ഥികളുണ്ട്, ജൂനിയർ ഡോക്ടേഴ്സുണ്ട്, അങ്ങനെ കുറേ പേര് സമരം നടത്തിയപ്പോൾ മമത അവരെ ഭീഷണിപ്പെടുത്തി. അതായത് നിങ്ങൾക്കെതിരെ FIR ഇട്ടാൽ പാസ്പോർട്ടും വിസയൊന്നും കിട്ടില്ല, നിങ്ങളുടെ ഭാവി വെള്ളത്തിലാവും എന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ പ്രതിഷേധം കനത്തതോടുകൂടി മമത പ്ലേറ്റ് തിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടുകൂടി ബംഗാൾ സർക്കാരിൻ്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ പ്രതിഷേധക്കാർക്കെതിരെ ഞാനൊന്നും പറഞ്ഞില്ല. അപ്പം മമതയ്ക്ക് പേടിയുണ്ടോ ഈ സമരക്കാരെ? മമതയ്ക്ക് പേടിയുണ്ട്, മമത പേടിപ്പിക്കുന്നുമുണ്ട്, രണ്ടും ചെയ്യുന്നുണ്ട്. മമതയുടെ ഒരു നിയന്ത്രണത്തിൽ നിൽക്കാതെ പോയ ആദ്യത്തെ സംഭവമാണ് ആർജിക്കർ മെഡിക്കൽ കോളേജിലെ സംഭവം. സന്ദേശ് ഖാലി പോലും മമത ഏകദേശം ഒതുക്കി ഓവർടേക്ക് ചെയ്ത് അവരുടെ നിയന്ത്രണത്തിൽ നിർത്തി. ഇതിപ്പോൾ സംഭവിച്ചത് സുപ്രീം കോടതിയും കൂടെ എതിരായി കഴിഞ്ഞപ്പോൾ മമത നിസ്സഹായയായിപ്പോയി. പക്ഷേ ഗ്രൗണ്ട് ലെവലിൽ ഇപ്പോഴും അവരുടെ ആൾക്കാരുണ്ട്. അതാണ് ആ സമരപ്പന്തലിൽ കയറി അടിയുണ്ടാക്കുകയും ആൾക്കാരെ അടിച്ചോടിക്കുകയും ഒക്കെ ചെയ്ത ഗുണ്ടാ സംഘം മമതയുടെ കൂടെയുണ്ട്. അപ്പോൾ പലപ്പോഴും ഒരടി മുന്നോട്ട് രണ്ടടി പിന്നോട്ട് ഇങ്ങനെയൊക്കെ വയ്ക്കേണ്ടി വരുന്നു മമതയ്ക്ക്. പ്രശ്നം കഴിഞ്ഞ ദിവസത്തെ ബന്ദ് അത് സമ്പൂർണ്ണ ബന്ധായിരുന്നു. അത്രയും വലിയൊരു ബന്ദ് മമത പ്രതീക്ഷിച്ചിരുന്നില്ല. കുറേ പേരെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ കട തുറക്കും എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ആരും തുറന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനാണ് മമതയുടെ ഈ കോൺട്രഡിക്ടറി ആയിട്ടുള്ള പ്രസ്താവനകളൊക്കെ ഇറങ്ങാൻ കാരണം. മമതയ്ക്ക് ഇനിയിപ്പോൾ എങ്ങനെ ഈ സംഭവം മുന്നോട്ട് കൊണ്ടുപോകണം എന്നവർക്കറിയില്ല. സമരക്കാർക്കും ഇതേപ്പറ്റി ഒരു ധാരണയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും വെച്ചാൽ മമതാ ഭരണം മടുത്തു എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പ്രതികരിക്കുന്നത്. ആ അവസ്ഥയിലാണ് ഇത്തരം എതിരഭിപ്രായമുള്ള പ്രസ്താവനകളൊക്കെ വരുന്നത്. എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന ചില പ്രസ്താവനകൾ ഇതൊക്കെ ചെയ്യുന്നത്. ഈ ആശുപത്രിക്ക് മുമ്പിൽ സമരം നടത്തിയ വിദ്യാർത്ഥികൾ സാംസ്കാരിക പരിപാടികളൊക്കെ സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആശുപത്രിക്ക് പുറത്തേക്ക് ഈ വിഷയം എത്തിക്കുക, ഈ ജില്ലയ്ക്ക് പുറത്തേക്ക് ഈ വിഷയം എത്തിക്കുക എന്നൊക്കെയാണ് അവരുടെ ഉദ്ദേശം. പക്ഷേ മമത കൃത്യമായിട്ട് അധികം മാധ്യമങ്ങളിലേക്ക് വാർത്തകൾ പോകാതെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് വിജയിക്കുമോ ഇനിയും? ഇല്ല, അത് മമതയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം സോഷ്യൽ മീഡിയ വഴിയാണ് ഈ പ്രചരണം കൂടുതലും പോകുന്നത്, മെയിൻ സ്ട്രീം മീഡിയ വഴിക്കല്ല. അപ്പോൾ അത് മമതയ്ക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും തെറ്റായ വാർത്തകളും അതിശയോക്തി നിറഞ്ഞതും ഒക്കെ ആയ വാർത്തകൾ പോകും. മെയിൻ സ്ട്രീം മീഡിയയെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് മമത ചെയ്യേണ്ടിയിരുന്നത്. കാരണം അതൊരു ബാലൻസ് ആയിട്ടെങ്കിലും നിന്നേനെ. ഇതിപ്പോൾ മെയിൻ സ്ട്രീം മീഡിയയെ ഒരു കൺട്രോൾ ചെയ്ത് അധികം വാർത്തയാകാതെ നോക്കിക്കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ വാശിക്ക് ഉള്ളതും ഇല്ലാത്തതുമായ വിഷ്വൽസ് എല്ലാം പ്രചരിപ്പിച്ച് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നു. ഇപ്പം തന്നെ അത് കൽക്കത്തയിലൊന്നും നിന്നിട്ടില്ല, അതിന് പുറത്തേക്കൊക്കെ പോയി ആ വിഷയം. അപ്പോൾ അത് മമതയ്ക്കൊരു തിരിച്ചടിയാണ്. മമതയ്ക്കാകെ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഗ്രൗണ്ട് ലെവലിലുള്ള ഗുണ്ടാസംഘം ഇപ്പോഴും അവരുടെ കയ്യിൽ തന്നെയാണ്. അതിൽ വിള്ളൽ വീണിട്ടില്ല. അതിൽ വിള്ളൽ വീണാൽ മാത്രമേ മേജർ കുഴപ്പങ്ങൾ തുടങ്ങുകയുള്ളൂ. അതല്ലെങ്കിൽ അതിങ്ങനെ നിന്ന് നീറി അങ്ങനെ അങ്ങ് പോകും. ഈ ഗിരിരാജ് സിംഗ് കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് മമത കിങ് ജോങ് ഉന്നിനെ പോലെയാണ്, ഉത്തര കൊറിയൻ ഏകാധിപതി. എന്തിനാണ് കേന്ദ്രമന്ത്രിക്ക് ഇങ്ങനെ പറയാൻ നിൽക്കുന്നത്? ഇവർ കാണിച്ച തെറ്റാണെങ്കിൽ കേന്ദ്രത്തിന് നടപടി എടുത്താൽ പോരെ? അല്ല, കേന്ദ്രത്തിന് നടപടി എടുക്കാൻ ഒരുപാട് പരിമിതികളുണ്ട്. അങ്ങനെ നടപടി എടുക്കാനൊന്നും പറ്റില്ല. ഗിരിരാജ് സിംഗ് പറഞ്ഞത് ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണ്. സ്റ്റാലിനാണ് കിങ് ജോങ് ഉന്നാണ് എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയ പ്രസ്താവന മാത്രമാണത്. അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. അതൊക്കെ മമതയും പറയാറില്ല. മോദി നരഭോജിയാണെന്നൊക്കെ അവർ തട്ടിവിടും. അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ പാർട്ടാണ്. അതല്ലാതെയുള്ള നടപടികൾ കേന്ദ്രത്തിന് എടുക്കാൻ വലുതായിട്ടൊന്നുമില്ല. കാരണം ഇതൊരു സംസ്ഥാനത്തിൻ്റെ വിഷയമാണ്. ലോ ആൻഡ് ഓർഡർ സംസ്ഥാനത്തിൻ്റെ വിഷയമാണ്. ക്രിമിനൽ കേസുകൾ സംസ്ഥാനത്തിൻ്റെ വിഷയമാണ്. അതിൽ കേന്ദ്രത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പിന്നെ ഇപ്പോൾ CBI ആണ് അന്വേഷിക്കുന്നത്. അതിൽ കേന്ദ്രം ഇടപെട്ടിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ സാധ്യമല്ല. CBI തീർത്തും ടെക്നിക്കലി സ്വതന്ത്ര ഏജൻസി അല്ലെങ്കിലും നരേന്ദ്രമോദി ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട ചരിത്രമില്ല. CBI ഒരു കേസ് ഉഴപ്പിയാലും അല്ലെങ്കിൽ സൂപ്പർ എഫിഷ്യൻ്റായിട്ട് നടത്തിയാലും ഒന്നും പുള്ളി ഇടപെടാറില്ല. കേസിൻ്റെ വഴിക്ക് പോട്ടെ എന്നുള്ളൊരു ഉമ്മൻചാണ്ടി സ്റ്റൈലാണ് നരേന്ദ്രമോദി ഏജൻസികളുടെ കാര്യത്തിൽ എടുക്കുന്നത്. അപ്പോൾ ഇത് രാഷ്ട്രീയ പ്രസ്താവനയാണ്.
കിം ജോങ് വിദ്യാർത്ഥികൾ ഇപ്പോഴത്തെ കാലത്ത് പ്രധാനമായും ആഗ്രഹിക്കുന്ന അവരുടെ ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനാണ്, അവിടെ സെറ്റിൽ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ ഈ സമരവുമായിട്ട് ഇനിയും മുന്നോട്ട് പോയാൽ നിങ്ങൾക്കെതിരെ പോലീസ് FIR ഇടും. അപ്പോൾ മമതയെ അനുകൂലിക്കുന്ന ആളുകൾ അവിടെ സംഘർഷം ഉണ്ടാക്കാനുണ്ട്, നിങ്ങൾ നോക്കിക്കോണം. അങ്ങനെ FIR ഇട്ടാൽ നിങ്ങൾക്ക് പിന്നെ പാസ്പോർട്ടും വിസയൊന്നും കിട്ടില്ല. ഭീഷണി തന്നെയല്ലേ ഈ സമരക്കാരോട്? അല്ല, അതൊരു ഭീഷണിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ FIR ഉണ്ട് എന്നുള്ളത് പാസ്പോർട്ടിന് തടസ്സമൊന്നുമല്ല. പാസ്പോർട്ടിനൊരു ഒരു സാങ്കേതിക തടസ്സമാണ്. ഈ പോലീസ് വെരിഫിക്കേഷന് വരുമ്പോൾ അവർ റിപ്പോർട്ട് കൊടുക്കും, ഇയാളുടെ പേരിൽ ഇന്ന FIR ഉണ്ട്. പിന്നെ അതിൽ തീരുമാനമെടുക്കുന്നത് പാസ്പോർട്ട് ഓഫീസറാണ്. പാസ്പോർട്ട് ഓഫീസർ നമ്മളെ വിളിപ്പിക്കും, നമ്മൾ ചെന്ന് പറഞ്ഞാൽ മതി, ഇങ്ങനെയാണ് സാർ ഒരു കേസ്, FIR. ചാർജ് ഷീറ്റ് ആയോ? ചാർജ് ഷീറ്റൊന്നും ആയില്ല, പോലീസ് FIR ഇട്ടു, അത് സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇട്ടതാണ്. ശരി എന്ന് പറഞ്ഞിട്ട് ആ പാസ്പോർട്ട് ഓഫീസർക്ക് ഇത് ഓവർ റൂൾ ചെയ്യാനുള്ള അവകാശമുണ്ട്. ആകെ വരുന്ന ഒരു ഡാമേജ് എന്ന് വെച്ചാൽ പാസ്പോർട്ട് ഓഫീസിൽ ഒരു തവണ നിങ്ങൾ പേഴ്സണലി ഹാജരാവേണ്ടി വരും. അതിൽ കൂടുതൽ റീച്ചൊന്നും ഈ പറഞ്ഞ ഭീഷണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പാസ്പോർട്ട് കാണിച്ചൊന്നും ആരെയും പേടിപ്പിക്കാൻ സാധ്യമല്ല. വിദ്യാർത്ഥികളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ബംഗാളിൽ കത്തിക്കാൻ ശ്രമിച്ചാൽ, ബംഗാളിൽ എന്തെങ്കിലും കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഞാനിത് വലിയ കലാപമാക്കി മാറ്റും, ബീഹാറിലും ഉത്തർപ്രദേശിലും ഡൽഹിയിലും ആസാമിലും അടക്കം. അപ്പോൾ അവിടെയൊക്കെ ഈ ബംഗ്ലാദേശികളുണ്ടല്ലേ, മമത പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ള ഒരു സന്ദേശം കൂടിയല്ലേ പകർന്നു നൽകുന്നത്? സന്ദേശമൊന്നുമല്ല, അതൊരു പൊങ്ങച്ചം മാത്രമാണ്. അവർക്കറിയാം അവിടെയൊന്നും അവർക്ക് ആളില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവർ ഈ പറഞ്ഞ കാര്യമൊന്നും ചെയ്യാനുള്ള പ്രാപ്തിയുള്ളവരുമല്ല. അതിന് നമ്മളുടെ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അപ്പം തന്നെ മറുപടി കൊടുത്തു. ദേ ചേച്ചിയുടെ കാര്യം ചേച്ചി നോക്കിക്കോ, വെറുതെ എന്നെപ്പറ്റി കമൻ്റ് അടിക്കരുത്. ആസാം ശാന്തമാണ്, ഇവിടെ ഒരു പ്രശ്നമില്ല. ഇവിടെ തീയിടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. മാത്രമല്ല എനിക്ക് ചിലത് വിളിച്ച് പറയേണ്ടി വരും, അത് ചേച്ചിക്ക് അത്ര ഭൂഷണമായിരിക്കില്ല, കേട്ടാൽ വലിയ പ്രയാസം തോന്നും, അതൊന്നും എന്നെക്കൊണ്ട് ചെയ്യിക്കരുതെന്ന് പറഞ്ഞു. അതോടെ ആ ഒറ്റ ഡയലോഗോടെ മമതാ ബാനർജി ഭീഷണി അങ്ങ് നിർത്തി. കാരണം മമതാ ബാനർജിയെ പറ്റിയുള്ള പല വിവരങ്ങളും പുറത്തു വിടുമെന്നാണ് ഹിമന്ത ബിശ്വ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങേര് വിടുകയും ചെയ്യും. ഈ BJPയിൽ ഇപ്പോൾ യോഗി ആദിത്യനാഥ് കഴിഞ്ഞാൽ തിളങ്ങി നിൽക്കുന്ന ഒരാൾ ഹിമന്ത ബിശ്വ ശർമ്മയാണ്. അൺകോംപ്രമൈസിംഗ് ആയിട്ട് കാര്യങ്ങൾ നടത്തുന്ന ആൾ ഹിമന്ത ബിശ്വയാണ്. അപ്പോൾ ഹിമന്ത ബിശ്വ പണ്ട് കോൺഗ്രസ്സുകാരനായിരുന്നു, മമതാ ബാനർജി പണ്ട് കോൺഗ്രസ്സുകാരി ആയിരുന്നു. അപ്പോൾ എന്ത് രഹസ്യമായിരിക്കും ഹിമന്ത ബിശ്വ പുറത്തുവിടാൻ പോകുന്നത് എന്നോർത്ത് മമത ഞടുങ്ങിപ്പോവും. പലരും, മലയാളികളായ പലരും ഉടനെ സംശയിക്കും, ഇത് സെക്സാണ്. അതല്ല, അല്ല, അങ്ങനത്തെ ഒരു കേസും മമതാ ബാനർജിയുടെ പേരിലില്ല, അഭ്യൂഹമായിട്ട് പോലും നിലവിലില്ല. അക്കാര്യത്തിൽ അവർ പെർഫെക്റ്റാണ്. അപ്പോൾ പിന്നെ എന്തായിരിക്കും ഇയാൾ പുറത്തുവിടാൻ പോകുന്ന കാര്യം? അത് മമതയ്ക്കും അറിയാം, ഹിമന്തയ്ക്കും അറിയാം. അതുകൊണ്ട് ആ ഭീഷണി അവിടെ അങ്ങ് അവസാനിച്ചു. പിന്നെ അവർ വാ തുറന്നിട്ടില്ല. അപ്പോൾ ഇത് അവർ വിചാരിക്കുന്ന പോലെ സിമ്പിളൊന്നും അല്ല കാര്യങ്ങൾ. അവർക്ക് പ്രസംഗിക്കുന്ന മധ്യത്തിൽ ആളുകളെ ആവേശം കൊള്ളിക്കാനായിട്ട് ഞാൻ ഭാരതം മുഴുവൻ തീയിടും. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞതല്ലേ, ഭാരതത്തിൽ നിറച്ച് പെട്രോൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്, ഒരു തീപ്പൊരി മതി തീ കൊളുത്താൻ, തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വന്നില്ലെങ്കിൽ ഭാരതം കത്തും, ഇങ്ങനെയൊക്കെ പറയുന്നൊരു സ്റ്റൈല്. അത് നല്ല സ്റ്റൈലൊന്നുമല്ല, പക്ഷേ ആ സ്റ്റൈലിൽ എത്തിയിരിക്കുന്നു രാഷ്ട്രീയ കോൺവെർസേഷൻസ്. അപ്പം അത് മമതാ ബാനർജിയും അങ്ങ് ചെയ്തു എന്നുള്ളതല്ലാതെ അതിന് ഈ പറയുന്ന മാതിരി ഗൗരവമൊന്നുമില്ല. അവർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഈ ബംഗാളിൽ 35-36% മുസ്ലിം പോപ്പുലേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ തന്നെ ഏതാണ്ട് 18%, പകുതിയോളം പേര് ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വന്നവരാണ്. അപ്പോൾ അവരെ CPM ഒരു കാലം സംരക്ഷിച്ചു, പിന്നീട് തൃണമൂൽ സംരക്ഷിച്ചു. അപ്പോൾ തൃണമൂൽ പറഞ്ഞാൽ, അല്ലെ മമത പറഞ്ഞാൽ കേൾക്കുന്ന രണ്ട് കൂട്ടരുമായ അക്രമി സംഘങ്ങളുണ്ട്. അപ്പോൾ മമത ഇത്തരം പ്രശ്നങ്ങളെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ, അതായത് ഈ കേസ് അന്വേഷണം കൃത്യമായിട്ട് പോകണ്ട, അതിനെ ഡോക്ടർക്കെതിരെയുള്ള അന്വേഷണം വഴിതിരിഞ്ഞ് പോട്ടെ എന്നൊക്കെ വിചാരിച്ച് ഇവരൊരു സംഘർഷം സൃഷ്ടിച്ചാൽ ബംഗാളിലെ അവസ്ഥ എന്താവും? അങ്ങനെ സംഘർഷം സൃഷ്ടിച്ചാൽ അതും നിലനിൽക്കില്ല. ഈ തുടർച്ചയായിട്ട് സംഘർഷം കൊണ്ടൊന്നും ഒരു സംസ്ഥാന ഭരണം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് മമത വാസ്തവത്തിൽ മമത ഒരു പ്രതിപക്ഷ നേതാവാണ്, ഒരു ഭരണകക്ഷി നേതാവല്ല. അതാണ് മമതയുടെ ഒരു പ്രശ്നം. അവരെപ്പോഴും മനസ്സിൽ പ്രതിപക്ഷമാണ്, മനസ്സിൽ റിബലായിട്ടുള്ള ആൾക്കാരില്ലേ. ഇപ്പോൾ കേരളത്തിലെ അച്യുതാനന്ദൻ നോക്കിക്കോളൂ. അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഒരു പ്രതിപക്ഷ നേതാവാണ്.
ആരുടെയോ ഒരു എതിരാളി, എന്തിനെയോ എപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ. ഇതാണ് മമതയുടെ ഒരു മൈൻഡ് സെറ്റ്. ഭരണം എന്നതിനേക്കാൾ കൂടുതൽ പ്രതിപക്ഷം. അപ്പോൾ സ്വന്തം ഭരണത്തോടെ അവർക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെറുതെ നരേന്ദ്രമോദിയെ ചീത്തോടെ കേന്ദ്രവുമായിട്ട് യുദ്ധം നടത്തുക. ഇത് അച്യുതാനന്ദനും ഈ സ്വഭാവം ഉണ്ടായിരുന്നു. നല്ലൊരു പ്രതിപക്ഷ നേതാവാണ് അച്യുതാനന്ദൻ, ശ്രദ്ധിച്ചിട്ടില്ലേ? പക്ഷേ നല്ലൊരു ഭരണകക്ഷി നേതാവല്ല, നല്ലൊരു മുഖ്യമന്ത്രി എന്ന് പറയാൻ പറ്റില്ല. പോസിറ്റീവ് കാര്യങ്ങൾ ഇവരുടെ മനസ്സിൽ വരില്ല. നെഗറ്റീവ് വളരെ കൃത്യമായിട്ട് അടുക്കും ചിട്ടയുമായിട്ട് അവർക്ക് അറിയാം ആക്രമണം എങ്ങനെ നടത്തണം എന്ന്. ഭരണം നടത്തുന്നതും സമരം നടത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ സമരത്തിൽ വിദഗ്ധനായിരുന്നു അച്യുതാനന്ദൻ. മമതാ ബാനർജിയും സമരത്തിൽ വിദഗ്ധയാണ്, ഭരണത്തിൽ പരാജയവുമാണ്. ഇത് അവരുടെ മൈൻഡ് സെറ്റിൻ്റെ, അവരുടെ ക്യാരക്ടറിൻ്റെ ഡെഫിഷ്യൻസിയാണിത്. ഞാനൊരു കുറ്റമായിട്ട് പറയുകയല്ല, പക്ഷേ അതൊരു കുറവാണ് അവരുടെ. അപ്പോൾ ആ കുറവ് നികത്താൻ ഇനി അവർക്ക് സാധ്യമല്ല. അതിൻ്റെയൊക്കെ പ്രായമൊക്കെ കഴിഞ്ഞുപോയി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇപ്പോൾ ഡോക്ടർ മരിച്ചു എന്നെങ്കിൽ പിന്നെ കേസ് അന്വേഷണം നേരെ രീതിയിൽ നടത്താം എന്ന് മുഖ്യമന്ത്രി എന്ന നിലയിൽ അവർക്ക് പ്രഖ്യാപിച്ചാൽ പോരെ? ഇല്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കൂടെയുള്ള ലോബികൾ അത് അംഗീകരിക്കില്ല. വലിയ പ്രയാസമാണ്. ഈ ഡോക്ടറുടെ മരണം ശരിക്കും പറഞ്ഞാൽ പല സംഭവങ്ങളിലൊന്ന് മാത്രമാണ്. ആ ആശുപത്രിയിൽ നടക്കുന്ന മയക്കുമരുന്ന് കച്ചവടം, മദ്യത്തിൻ്റെ സ്വാധീനം, അഴിമതി, സ്വജനപക്ഷപാതം, റിസർച്ച് പേപ്പറിന് കാശ് വാങ്ങുക, പരീക്ഷ പാസ്സാകാൻ കാശ് വാങ്ങുക, ഇതുപോലെ ഒരുപാട് കേസുകളുണ്ട്. ആ കേസുകൾ ഇങ്ങനെ പുകഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ ബലാത്സംഗ കേസ് വരുന്നത്. അത് ഒരു കാരണമായിട്ട് തീർന്നു എന്നേ ഉള്ളൂ. വേറെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ടാണ് മമതയ്ക്ക് ഇത് സ്വതന്ത്രമായിട്ട് അന്വേഷിച്ചോളൂ എന്ന് പറയാൻ പറ്റാത്തത്. കാരണം അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ സാധനം എല്ലാം കൂടെ പുറത്ത് വരും. ഇതെല്ലാം ആ കോളേജിനുള്ളിലെ സംഭവങ്ങളാണ്. ഇതെല്ലാം കൂടെ പുറത്ത് വരും. അത് വരാതിരിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിലൂടെ കുറച്ച് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഈ സംഭവം പുറത്ത് പ്രചരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ തൃണമൂൽ കോൺഗ്രസ് ചെയ്യുന്നത് മുഴുവൻ വൃത്തികെട്ട കാര്യങ്ങളാണ്, ഒരു മാന്യതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ അസ്തമിക്കുകയാണോ എന്ന് ഞാൻ പറയില്ല. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റ് എത്ര കിട്ടി? BJPക്ക് അതിനു മുമ്പത്തെ ലോക്സഭയിൽ കിട്ടിയ അത്രയും സീറ്റ് പോലും കിട്ടിയില്ല. അതുകൊണ്ട് മമതയുടെ ജനപ്രീതി കുറഞ്ഞു എന്നൊന്നും പറയാറായിട്ടില്ല. അത്രയ്ക്കൊന്നും ഇത് പോയിട്ടുമില്ല സമരം. ഇപ്പോഴും ഇതിനിപ്പോൾ എന്തായിരിക്കും ഒരു സൊല്യൂഷൻ? എങ്ങനെയായിരിക്കും ഇപ്പം കാരണം BJP തുടർച്ചയായി റാലികളും പ്രതിഷേധവും സംഘടിപ്പിക്കുന്നു, വിദ്യാർത്ഥികൾ അതിൻ്റെ മുമ്പിൽ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നു, പ്രതിഷേധ സമരം എന്നിട്ട് പറയുന്നു ഞങ്ങൾ ഇത്തരത്തിലുള്ള സമരവുമായി മുന്നോട്ട് വന്നില്ലെങ്കിൽ ഈ മമതാ സർക്കാർ ഇതെല്ലാം അടിച്ച് അമർത്തപ്പെടും. അപ്പം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഡോക്ടേഴ്സ് എല്ലാം തിരിച്ച് ജോലിക്ക് ഹാജരാകണമെന്ന്. അത് സംസ്ഥാന സർക്കാരിനാണ് അതിൻ്റെ ചുമതല. അതുകൊണ്ട് നിങ്ങളെല്ലാം ജോലിക്ക് കയറണമെന്ന് ഡോക്ടേഴ്സ് അടുത്ത് പറയുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല. അല്ല, അത് നടക്കും. സുപ്രീം കോടതി പറഞ്ഞ കാര്യം നടക്കും. അതിൽ പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് 36 മണിക്കൂറൊക്കെ ഡ്യൂട്ടിയിൽ നിർത്തുന്നു. അത് ഒന്ന് പുനഃക്രമീകരിക്കണം. അപ്പോൾ കൂടുതൽ ഡോക്ടർമാർ വേണം. ഇങ്ങനെയൊക്കെയുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ തട്ടി നീക്കുകയാണത്. അത് തീർച്ചയായിട്ടും നടപ്പാകും. സുപ്രീം കോടതി ഉത്തരവ് നടപ്പാകാതൊന്നും ഇരിക്കുകയില്ല. അത്രയധികം വലിയ ഇതൊന്നും മമതയ്ക്കുമില്ല. സുപ്രീം കോടതിയുമായിട്ട് ഏറ്റുമുട്ടാനുള്ള ധൈര്യമൊന്നും മമതയ്ക്കില്ല. അപ്പം അത് നടപ്പാക്കിയേ പറ്റുള്ളൂ. ഇത് കുറെ കൂടെ ദിവസം എടുക്കും ഇത് ശാന്തമാകാൻ. ഇപ്പോൾ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതായിരുന്നു ഉയർന്നു വന്ന ആരോപണം. പെട്ടെന്നാണ് മമത മലക്കം പറഞ്ഞ് എക്സിൽ ട്വീറ്റ് ചെയ്ത് മീൻസ് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ പറഞ്ഞതിനെ നിങ്ങൾ തെറ്റായി ധരിച്ചാണ്, ഞാൻ ഒരിക്കലും ഈ പ്രതിഷേധക്കാർക്കെതിരെയല്ല. അപ്പോൾ വിദ്യാർത്ഥി സംഘടനകളെ, ഈ സമരക്കാരെ മമത പേടിക്കുന്നു എന്ന് പറഞ്ഞാണോ നമുക്ക് നിർത്താം? അല്ല, ഈ പേടിയല്ല, ഒരു ഭരണാധികാരിയുടെ സ്ട്രാറ്റജിയാണത്. ഒന്ന് പ്രകോപിപ്പിക്കുക, പിന്നെ ഒന്ന് ശാന്തരാക്കുക, അങ്ങനെ ചെയ്തത് മാനേജ് ചെയ്യുക. ആ ജോലിയാണ് മമത ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ സമരത്തിൻ്റെ അടുത്ത ഘട്ടം എന്താണെന്നുള്ളത് കാത്തിരിക്കാം. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.